ഹലോ, എല്ലാവർക്കും നമസ്കാരം. പെരുന്നാളൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. അവധികളൊക്കെ തീരുന്നതിന് മുമ്പേ ഇറച്ചിയൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന സമയമായതുകൊണ്ട് അത് വെച്ച് നമുക്കൊരു പുതിയ വിഭവം ഉണ്ടാക്കാം. വിഭവം പുതിയതല്ല, നമ്മളെ നാട്ടിൽ അങ്ങനെ കൂടുതലായിട്ട് ഉണ്ടാക്കാറില്ല. പക്ഷേ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ഭാഗങ്ങളിൽ എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ്. പ്രത്യേകിച്ച് ഇതുപോലുള്ള ഈദ്, കല്യാണം അങ്ങനെയുള്ള വിശേഷ സമയങ്ങളിൽ വിരുന്നുകാർ ഉള്ളപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ്. അത് നമുക്കൊന്നുണ്ടാക്കി നോക്കാം. വേറൊന്നുമല്ല, ചട്ടിപ്പത്തിരി. ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നതിന് ആദ്യം വേണ്ടത് കുറച്ച് ഞാനിപ്പോൾ ചിക്കൻ വെച്ചാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇറച്ചി വെച്ചും ഉണ്ടാക്കാം. ഇപ്പോൾ ഇറച്ചിയൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന സമയമായതുകൊണ്ട് ഇറച്ചി വെച്ചും ഉണ്ടാക്കാം. ഇറച്ചി ഇതുപോലെ ചിക്കൻ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ച് മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബീഫ് വെച്ച് ഉണ്ടാക്കാം. ബീഫ് ഇതുപോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ച് കുക്കറിലടിച്ച് വേവിച്ചിട്ട് അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ച് റോസ്റ്റ് ചെയ്യുന്നതാണ്. ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അതിനുശേഷം ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നീട് വേണ്ടത് ഒരു 2 ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മല്ലിയില, കരിവേപ്പില, പച്ചമുളക്, ഇത്രയുമാണ് ഇതിലേക്ക് ആദ്യം വേണ്ടത്. പിന്നീട് ഇതിലേക്കായിട്ട് നമ്മളൊരു ബാറ്റർ ഉണ്ടാക്കണം. അതായത് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് ഒരു പാത്രത്തിൽ നമ്മൾ ദോശ പോലെ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ബാറ്റർ ഉണ്ടാക്കി വെക്കണം. ഇത് മൈദാപ്പൊടിയും ഇതിലേക്ക് ഉപ്പും ഒരു മുട്ടയും കുറച്ച് പാലും വെള്ളവും കൂടെ ഒഴിച്ച് മിക്സിയിൽ അടിച്ചെടുത്ത ഒരു ബാറ്റർ, ഇത്തിരി ലൂസായിട്ട് ഇതുപോലൊരു ലൂസായിട്ടുള്ള ഒരു ബാറ്റർ ഉണ്ടാക്കണം. ഇത് നമുക്ക് ദോശ പോലെ ചുട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നീട് ഇതിലേക്ക് ഒരു 3-4 മുട്ടയും കുറച്ച് പാലും വേണം. പിന്നെ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള കുറച്ച് പൊടികളും കൂടെ ആവശ്യമുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ആവശ്യമുള്ളത്. ഇനി എങ്ങനെ ഉണ്ടാക്കുന്നതിന് നമുക്ക് നോക്കാം. ആദ്യം നമുക്കൊരു ഫില്ലിംഗ് ഉണ്ടാക്കാം. ഫില്ലിംഗ് ഉണ്ടാക്കിയ ശേഷം ദോശ ഉണ്ടാക്കാം. ഫില്ലിംഗ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് പെരിഞ്ചീരം അതിലേക്കിടാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പെരിഞ്ചീരം ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറായിട്ടിരിക്കും. അത് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് സവാള ആഡ് ചെയ്യാം. സവാളയും കരിവേപ്പിലയും ആഡ് ചെയ്യാം. ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ, ഇത് മസാലയ്ക്ക് ആവശ്യമുള്ള ഒരു ഉപ്പും കൂടെ ഇതിലിടാം. ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ. ഉള്ളി കുറച്ചൊന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ഈ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം ഒന്ന് മാറുന്നവരെ മൂപ്പിച്ചെടുക്കാം. പത്തിരികളുണ്ട്. ചട്ടിപ്പത്തിരി, ഇറച്ചിപ്പത്തിരിയും നൈസ് പത്തിരിയും, അങ്ങനെ ഒരുപാട് നെയ്യ് പത്തിരി, അങ്ങനെ ഒരുപാട് തരം പത്തിരികൾ നമ്മുടെ നാട്ടിലില്ലെങ്കിലും അങ്ങോട്ടെല്ലാം ഉണ്ട്. അപ്പം നമുക്കും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ? ഇതിൻ്റെ ടേസ്റ്റ് നമുക്കും അറിയണമല്ലോ. അപ്പോൾ ഇപ്പോൾ ഇറച്ചിയൊക്കെ ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു ചട്ടിപ്പത്തിരി ഉണ്ടാക്കി നോക്കാം. പച്ചച്ചവയൊക്കെ മാറിയിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് ഒരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം മസാലപ്പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 1/2 സ്പൂൺ മുളക് പൊടിയും
ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി. മുളക് പൊടി നമ്മുടെ എരിവനുസരിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കണമെങ്കിൽ കുറച്ച് എരിവൊക്കെ കുറച്ചുണ്ടാക്കണം. പിന്നീട് കുറച്ച് ഗരം മസാല ഇതിലേക്ക് ഇടാം. ഇനി ഇതിൻ്റെ ഒന്ന് പച്ചമണം മാറാൻ ചെറുതായിട്ടൊന്ന് ഇളക്കി ഒരല്പം നേരം ഇതിൻ്റെ മണം ഒന്ന് മാറിയ ശേഷം നമുക്ക് ചിക്കൻ ചേർക്കാം. മസാലയുടെ പച്ചമണമൊക്കെ മാറി എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ചേർക്കാം. ഇറച്ചിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന്, എല്ലാം നമ്മുടെ ഇഷ്ടത്തിന് തന്നെയാണ് ചേർക്കുന്നത്. എത്രത്തോളം വേണമെന്നുള്ളതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിയുടെ അനുസരിച്ചിരിക്കും ഓരോ സാധനങ്ങളും ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി, വലിയ ജോലിയൊന്നുമില്ല, ഇത് അറിയാം, ആദ്യം ഒന്ന് പഠിക്കുന്ന പാടേ ഉള്ളൂ. പിന്നീട് ഇത് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് വീഡിയോ കണ്ടെത്തുമ്പോഴത്തേക്ക് എത്രത്തോളം എളുപ്പമുള്ളതാണെന്ന് മനസ്സിലാവും. അപ്പോൾ എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ആ മല്ലിയില കൂടി ചേർക്കാം. മല്ലിയിലയും ചേർത്ത് ഇതെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കണം. തീയൊക്കെ കുറച്ചിട്ടേക്കണം, കരിഞ്ഞൊക്കെ പോവാതെ. ഇത്രയുള്ളതിൻ്റെ ഫില്ലിങ്. ഇനി നമുക്ക് ആ ബാറ്റർ ഉണ്ടാക്കി വെച്ച ബാറ്റർ വെച്ച് നമുക്ക് ദോശ പോലെ ഉണ്ടാക്കിയെടുക്കാം. ഇനി അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് കാണിക്കാം. ഉണ്ടാക്കുന്നതിനായിട്ട് ഇതുപോലെ ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ തടവിയിട്ട് ഇത് ഓരോ തവി ഒഴിച്ച് ചുറ്റിച്ചെടുക്കാം. സെറ്റ് ചെയ്യുന്ന പാത്രത്തിൻ്റെ അളവനുസരിച്ച് വേണം. വലിയ പാത്രം എടുക്കുവാണെങ്കിൽ വലിയ ദോശ എടുക്കണം. നമ്മളൊരു ചെറുതിലുണ്ടാക്കുവാണെങ്കിൽ ചെറിയ ചെറിയ ദോശകൾ ഉണ്ടാക്കിയാൽ മതി. ഞാൻ ഈ പാത്രത്തിൻ്റെ ഇത് അളവനുസരിച്ചാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഈ പാൻ നിറച്ചായിട്ട് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ചെറിയ പാത്രത്തിൽ ചെറിയ ഫ്രൈ പാനിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഉണ്ടാക്കിയാൽ മതി. ഇത് നോക്കുമ്പോൾ തിരിച്ച് മറിച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അങ്ങനെ ഇതെല്ലാം അങ്ങനെ ചുട്ടെടുക്കാം. ഇതിലേക്ക് ആദ്യം ഈ 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് അതൊന്ന് അടിച്ചെടുക്കണം. അതിലേക്ക് ഒരു നുള്ളു കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്യാം. ശേഷം ഇത് നല്ലതുപോലെ അടിച്ചിട്ട്, കാരണം ഞാൻ കുറച്ച് പാലും കൂടെ ചേർത്ത്, പാലും തേങ്ങാപ്പാലും കൂടെ ചേർത്തെടുക്കുക. ഈ മിക്സിലേക്ക് ഈ മുട്ടയും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഈ പാലും മുട്ടയും മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് ഒരല്പം കരിഞ്ചീരം അല്ലെങ്കിൽ കറുത്ത എള്ളിടാം. രണ്ടും നല്ല മണമാണ് മൂത്ത് വരുമ്പോൾ. ഒരു കാഴ്ചയ്ക്കും ഭംഗിയാണ്. ഇതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് നല്ല ഇതാണ്.
ഇനി നമ്മളിത് സെറ്റ് ചെയ്യുന്നത് ഈ പാത്രത്തിലാണ്. ഈ പാത്രത്തിലേക്ക് അല്പം നെയ്യ് ഒഴിച്ച് അതിലേക്ക് നെയ്യ് പുരട്ടാം. അതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് നെയ്യ് പറ്റുന്ന കണക്കൊന്ന് കൈ കൊണ്ട് പുരട്ടി തേച്ച് പിടിപ്പിക്കാം. ഇതിൻ്റെ എല്ലാ വശങ്ങളിലും ഒന്ന് നെയ്യ് പറ്റി തേച്ച് വെക്കണം. സൈഡിലും എല്ലാം ഒന്ന് തേക്കണം. ശേഷം നമ്മൾ ഈ ചുട്ടുവെച്ച ഒരു ദോശ എടുത്ത് ഈ തേങ്ങാപ്പാലിൽ മുക്കണം. മുക്കിയ ശേഷം ഇതെടുത്ത് അതിലേക്ക് ഇടണം. ഇതിലേക്ക് സെറ്റ് ചെയ്യണം. ഇതിലേക്ക് ഇങ്ങനെ നിവർത്തി വെക്കണം. ഏറ്റവും അടിയിൽ നമ്മൾ 2 ദോശയാണ് വെക്കുന്നത്. അടിയിൽ ഇത്തിരി കട്ടിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് 2 ദോശ വെക്കണം. വെച്ച് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫില്ലിങ് ഇടണം. ഇത് കൈ കൊണ്ടോ അല്ലെങ്കിൽ തവി കൊണ്ടോ നമ്മൾ അതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കണം. സൈഡിൽ നിന്നൊക്കെ അകത്തോട്ട് ഇരിക്കത്തക്കാണ് ഇതൊന്ന് വയ്ക്കണം. അങ്ങനെ ലാസ്റ്റിൽ ഇതുപോലെ 2 ദോശ ഒന്നിച്ച് മുക്കിയിടണം. എല്ലാ ഭാഗത്തും അത് ഇതായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, കട്ടിക്കൊന്നിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളതിനെ തിരിച്ചും മറിച്ച് ഇട്ടെടുക്കുമ്പോൾ പൊടിഞ്ഞു പോകാതിരിക്കാനും എല്ലായിട്ട് ഈ 2 ഇതിലോട്ട് എന്നിട്ട് നമ്മളിങ്ങനെ കൈകൊണ്ട് ഇതിനെ ഒതുക്കി വെച്ച് ശേഷം നമ്മൾ ഈ മുട്ടയുടെ മിക്സ് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ അല്പം നെയ്യ് കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇതിനി ഒരു ചെറിയ തീയിൽ അടുപ്പിൽ വെച്ച് നല്ലപോലെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു സൈഡ് മൂത്ത് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ടിട്ട് മറു സൈഡും കൂടി മൂപ്പിച്ചെടുക്കാം. എല്ലാം മൂത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തിരിച്ചിടണം. ഒന്നിൽ നമ്മളൊരു ഫ്രൈ പാൻ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇത് മൊത്തത്തിൽ എടുത്ത് കമത്തണം. അതല്ലെങ്കിൽ പെല്ലെ 2 ഇതിൻ്റെ സപ്പോർട്ടോടുകൂടി എല്ലാം തിരിച്ചിടണം. ഞാനിപ്പം ഇത് ഈ പാൻ വെച്ചിട്ട് അതിലേക്ക് തിരിച്ചിട്ട് ഈ പാൻ അതിൻ്റെ മണ്ടയിൽ കമത്തിയിട്ട് അതിലേക്ക് തിരിച്ചിട്ട് ഇനി വീണ്ടും ഞാൻ ഇതിലേക്ക് ഒരല്പം നെയ്യ് കൂടി ഒഴിച്ചിട്ട് ഇതിൻ്റെ അടിയിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് ഇതിനെ തിരിച്ച് വീണ്ടും ഇട്ട് കുറച്ച് നേരവും കൂടെ ഒരു 2-3 മിനിറ്റും കൂടെ നമുക്ക് ഇതാക്കാം. അങ്ങനെ നമ്മുടെ ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റായിട്ടിരിക്കുകയാണ്. നമ്മൾ കട്ട് ചെയ്തെടുക്കാനൊന്നും ബുദ്ധിമുട്ടില്ലത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.